മുനമ്പത്തെ വസ്തുവകൾ മുഴുവൻ വഖഫിൻ്റെ തന്നെതാണ്. സമവായ ചർച്ചകൾ നടത്തുന്നവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാനാവുന്നില്ല. പറയുന്നത് ഈ വഖഫുമായി ബന്ധപ്പെട്ട സംരക്ഷണ സമിതി ഉണ്ടല്ലോ, അവർ പരസ്യമായ നിലപാട് സ്വീകരിക്കും. അത് വഖഫ് സ്വത്ത് സംരക്ഷിക്കാനുള്ള സമിതി. അതെ, അവരാണ് ഹൈക്കോടതി കേസ് കൊടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞത് സത്യമാണ്, സത്യം മാത്രമാണ് അവർ പറഞ്ഞത്. കാരണം നാളെ ചർച്ച നടക്കുമെന്നാണ് പറയുന്നത്. ചർച്ചയിലൂടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇപ്പോൾ ഞാൻ പറയാം. ചർച്ചയിലൂടെ ചർച്ച നടത്തിയിട്ട് സർക്കാർ പറയും, മുനമ്പത്ത് താമസിക്കുന്ന ഒരാളെയും കുടിയൊഴിപ്പിക്കില്ല, മുനമ്പത്തുകാർക്ക് കരമടയ്ക്കാനുള്ള സംവിധാനം കിട്ടും, റവന്യൂ രേഖകൾ കിട്ടും, കരമടച്ച് അവരുടെ വസ്തുവിലെ അവകാശം സാധിക്കാം. ഇത്രയും കാര്യങ്ങളിൽ സർക്കാർ ഉറപ്പ് കൊടുക്കും. അതുകൊണ്ട് പ്രശ്നം തീരുമോ? തീരത്തില്ല. മുനമ്പംകാരെ പറ്റിക്കുകയാണ് എല്ലാവരും. അക്കൂട്ടത്തിൽ സത്യം പറഞ്ഞത് ഈ വഖഫ് സംരക്ഷണ സമിതിക്കാർ മാത്രമാണ്. അവർ പറയുന്നത് മുനമ്പംകാരെ ഒഴിപ്പിക്കണം, ഒഴിപ്പിച്ചിട്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. സർക്കാർ കൊടുക്കണമെന്നല്ല, ഫറൂഖ് കോളേജ് നഷ്ടപരിഹാരം കൊടുക്കണം. 100% ശരിയാണ്. അവരാണ് സത്യം പറയുന്നത്. മുനമ്പംകാർക്കെതിരാണെങ്കിൽ പോലും അവർ പറയുന്നത് സത്യമാണ്. സംശയം ഉണ്ടെങ്കിൽ വഖഫിൻ്റെ സൈറ്റിലേക്ക് ഒന്ന് കയറണം. കയറിയാൽ അവിടെ എഴുതിയിട്ടുണ്ട്, വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. ഒരിക്കൽ വഖഫ് ബോർഡ് വഖഫാണെന്ന് അവകാശം ഉന്നയിച്ചാൽ അത് ആചന്ദ്രതാരം വഖഫിൻ്റെയാണ്. പിന്നെ എങ്ങനെ സർക്കാരിന് ഒരു കമ്മിറ്റി കൂടിയിരുന്നിട്ട് അത് വേണ്ട എന്ന് വെക്കാൻ പറയും? ഇപ്പോൾ ലീഗിൻ്റെ നേതാക്കന്മാർ, ഇപ്പോഴത്തെ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും വന്നിട്ട് ലത്തീൻ കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ യോഗം നടക്കുമ്പോൾ അവരെ കൊണ്ടുവന്നു. ഒരു നാടകമായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊണ്ടുവന്ന നാടകമാണ്. ഈ ബിഷപ്പുമാർ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നൊന്നുമല്ല, വളരെ മുമ്പേ തീരുമാനിച്ച യോഗത്തിന് വന്നപ്പോൾ ഇവരെ രണ്ടുപേരെയും കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നിട്ട് ഉറപ്പ് കൊടുത്തു. ലീഗിന് എങ്ങനെ ഉറപ്പ് കൊടുക്കാൻ പറ്റും? ലീഗ് ആരാ? വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ലീഗിന് എന്താ കാര്യം? ലീഗിന് എന്താ അവകാശം? ഇനി ശരിയാണ്, ലീഗിൻ്റെ പഴയ ഒരു അധ്യക്ഷൻ, ഒരു തങ്ങളാണ് ഇത് വഖഫ് ഭൂമിയാണെന്ന് ആദ്യം പറഞ്ഞത്. അതിന് തൊട്ടു മുമ്പ് പറഞ്ഞ ആരാണെന്നറിയോ? ശരിക്കും മുനമ്പത്തെ ഈ ഭൂമി വഖഫാണെന്ന് അവകാശപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ടാണ്, PFI ആണ്. PFIയുടെ മുഖപത്രമായ തേജസിൽ 2008 ലേഖനം വന്നു, ആമുഖം വന്നു, എനിക്കൊന്ന് എഡിറ്റോറിയൽ പോലും വന്നു എന്ന് സംശയമുണ്ട്. മുനമ്പത്തെ ഭൂമി വഖഫിൻ്റെ ആണെന്ന്. ആദ്യം അതിൻ്റെ ഒരു സമയക്രമം നോക്കണം. 2008 വഖഫ് ഭൂമിയാണെന്ന് തേജസ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുഖപത്രമായ തേജസ് പറയുന്നു. 2009 വഖഫ് ബോർഡ് അത് വഖഫിൻ്റെ ആയിട്ട് പ്രഖ്യാപിച്ചു. 2009 ജൂൺ 24 വഖഫ് ബോർഡ് മുനമ്പം ഭൂമി വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞു. ആരാണ് ആദ്യം പറഞ്ഞത്? പോപ്പുലർ ഫ്രണ്ട്, തേജസ് അല്ലേ? പോപ്പുലർ ഫ്രണ്ടിൻ്റെ അജണ്ട. വഖഫ് അത് ഏറ്റെടുത്തു. എന്നിട്ട് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൽ, നിസാർ കമ്മീഷൻ, VS അച്യുതാനന്ദൻ നിയമിച്ച നിസാർ കമ്മീഷൻ ഈ വസ്തു വഖഫ് പ്രഖ്യാപിച്ചതിന് ശേഷം നിസാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ചേർത്തു. അതെന്താണെന്നറിയാമോ? 2019 ജൂൺ 26. 2009 ജൂൺ 26. തൊട്ട് മുമ്പ് ഞാൻ ഡേറ്റ് പറഞ്ഞു. വഖഫാണെന്ന് പ്രഖ്യാപിച്ചത് 2009 ജൂൺ 24 വഖഫാണെന്ന് പ്രഖ്യാപിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം നിസാർ കമ്മീഷൻ ഉൾപ്പെടുത്തി. ഇത് തമ്മിൽ വല്ല ബന്ധം ഉണ്ടാവുമോ? എന്തെങ്കിലുമൊക്കെ കൂടിയാലോചന ഇല്ലാതെ അങ്ങനെ സംഭവിക്കില്ലല്ലോ. കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചനയുണ്ട്. 2008 ആദ്യമേ 2008 തേജസ് പറയുന്നു. അത് കഴിഞ്ഞ് 2008 ഈ നിസാർ കമ്മീഷൻ നിയമിക്കുന്നത്. തേജസ് പറയുന്നു. 2008 കമ്മീഷൻ വരുന്നു. 2009 ജൂൺ 24 പെട്ടെന്ന് വഖഫിൻ്റെ ആണെന്ന് പ്രഖ്യാപിക്കുന്നു. രണ്ടാം ദിവസം നിസാർ കമ്മീഷൻ. എന്തൊരു വേഗം, ശരവേഗമല്ലേ? അതെ. ആരാ പറഞ്ഞ സർക്കാർ കാര്യങ്ങളൊക്കെ പതുക്കെയാണെന്നല്ലേ? ഉമ്മൻചാണ്ടിയാണ് അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞാൽ. അതിനേക്കാളും ബഹുദൂരമായിരുന്നു ഈ നടപടി. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് പറയുന്നുണ്ടോ? VSൻ്റെ കാലത്ത് എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് അത് P. ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. P. ജയരാജൻ്റെ കേരളം ഇസ്ലാം എന്നുള്ള പുസ്തകമില്ല, അതിനകത്ത് 10 പേജാണ് കേരളത്തിലെ വഖഫ് ഭൂമികൾ സംരക്ഷിക്കാൻ വേണ്ടി ഇടതുപക്ഷം CPM നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ശ്രമങ്ങളുടെ ഭാഗമല്ലേ ഇത്? അതെ, ആണ്. ഇനി നമ്മുടെ കാതലായ പ്രശ്നം, നാളെ ചേരുന്ന യോഗത്തിൽ വെച്ച് ഇങ്ങനൊരു തീരുമാനം വരും. ഏതാണ്? അവരെ കുടിയൊഴിപ്പിക്കില്ല. ശരിയാണ്, പാലത്തിൻ്റെ അടി താമസിപ്പിക്കുന്നവരെ കുടിയൊഴിപ്പിക്കുന്നില്ല. പിന്നെ അവർക്ക് കരമടയ്ക്കാം. ഓക്കെ, കരമടയ്ക്കാം, സർക്കാർ സ്വീകരിക്കും, സർക്കാരിന് വരുമാനം കൂടെ കിട്ടും. എന്നാൽ അതിനുശേഷവും ഈ പ്രോപ്പർട്ടി ബാങ്കിൽ വെച്ച് ലോൺ എടുക്കാൻ പറ്റുമോ? അത് പറ്റില്ലായിരിക്കും. പറ്റുമോ? എങ്ങനെ സർക്കാരിന് ഉറപ്പ് കൊടുക്കാൻ പറ്റും? സംസ്ഥാനത്തെ ബാങ്കുകൾ സമ്മതിക്കുക. വേണമെങ്കിൽ സ്റ്റേറ്റിലെ ബാങ്കുകളുടെ ഒരു യോഗം വിളിച്ചിട്ട്
പിണറായി വിജയന് പറയാമായിരിക്കാം, അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ ഒരു പ്രകസനവും നടത്തും, നിങ്ങൾ ഇത് മേടിക്കണം എന്ന് പറയും. പക്ഷേ ബാങ്കിന് സ്വന്തമായി ബാങ്കുകളൊന്നും പിണറായി വിജയനല്ല ഭരിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ബാങ്കുകളാണ്, അല്ലേ? ഷെഡ്യൂൾഡ് ബാങ്കുകളാണ്, നാഷണലൈസ്ഡ് ബാങ്കുകളാണ്. അവർക്ക് സ്വന്തമായി ലീഗൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവർ ഈ നിയമം എടുത്തു വെച്ച് നോക്കുമ്പോൾ വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ്. ഇനി ഇപ്പോൾ വളരെ പെട്ടെന്ന് പറയുന്നത് നമ്മുടെ ചാനലിലും പറഞ്ഞു, അതായത് ഈ വക്കഫ് ഇത് പെട്ടെന്ന് തീരും. വക്കഫ് ബോർഡ് ഹൈക്കോടതി പോയിട്ട്, ഹൈക്കോടതി കേസുണ്ടല്ലോ, ഒരു സത്യവാങ്മൂലം കൊടുക്കുക, ഈ ഭൂമി വക്കഫിൻ്റെ അല്ല എന്ന് പറയുക. അപ്പോഴും തർക്കം തീരുമോ? ഇല്ല. അപ്പോഴും ഈ പറയുന്ന വക്കഫ് സംരക്ഷണ സമിതിക്കാർക്ക് വല്ല ഒരു കേസുമായിട്ട് കോടതി പോവാം. അല്ലെങ്കിൽ തന്നെ ഇത്രയും നാൾ വക്കഫ് കള്ളം പറഞ്ഞു, കള്ളം പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ഇതിൻ്റെ ക്ലെയിം പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ കോടതിക്ക് ചോദിക്കുക, എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ പറഞ്ഞു? അപ്പോൾ പറയും, ഞങ്ങൾ തെറ്റ് പറ്റിയതാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലിയറായി, ഇത് വക്കഫല്ല എന്ന് കോടതിയിൽ വക്കഫ് ബോർഡ് പറഞ്ഞു എന്നിരിക്കട്ടെ. കോടതി അതനുസരിച്ച് ഒരു തീർപ്പും കൽപ്പിച്ചു എന്നിരിക്കട്ടെ. അതിനുശേഷം ഈ വക്കഫ് സംരക്ഷണ സമിതിക്കാർ പുതിയൊരു പെറ്റീഷൻ കൊടുക്കുകയാണ് ഹൈക്കോടതിയിൽ. അതായത് നിലവിലുള്ള നിയമം, വക്കഫ് നിയമം, കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമം, 2013 UPA സർക്കാർ പല്ലും നഖവും കൊടുത്ത നിയമം. ആ നിയമത്തിൽ പറയുന്നുണ്ട്, ഒരിക്കൽ വക്കഫ് ചെയ്താൽ അത് എക്കാലവും വക്കഫാണ്. ഒരിക്കൽ വക്കഫിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അത് എക്കാലത്തും വക്കഫിൻ്റെ ആണ്. അപ്പോൾ വക്കഫ് ബോർഡിന് തന്നെ അത് മാറ്റാൻ പറ്റുമോ? ഒരിക്കൽ വക്കഫിൻ്റെ ആണെന്ന് വക്കഫ് ബോർഡ് പറഞ്ഞു. അപ്പോൾ നിയമപ്രകാരം എന്താണ്? അതിന് ഒരിക്കലും മാറ്റാൻ പറ്റുകയില്ല. അത് മാറ്റാൻ വക്കഫ് ബോർഡിന് എന്തധികാരം എന്നൊരു തർക്കം വരത്തില്ലേ? വരുമ്പോൾ കേന്ദ്രത്തിൻ്റെ നിയമം, കേന്ദ്രത്തിൻ്റെ നിയമമാണിത് ബാധകം, സംസ്ഥാനത്തിൻ്റെ നിയമമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ആ നിയമം വെച്ച് കോടതികൾ നോക്കുമ്പോൾ എന്ത് പറയും? യെസ്, വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ്. നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറി നോക്ക്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഒരു ചർച്ച നടത്തി പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല. എന്താ മാർഗം? ഒറ്റ മാർഗമുള്ളൂ, ഈ നിയമം മാറണം. നിയമം മാറാതെ മുനമ്പത്തുകാരെ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. മുനമ്പംകാർ മാത്രമല്ല, തളിപ്പറമ്പുകാരും ചെല്ലാനംകാരും ചാവക്കാട്ടുകാരും, അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ പാലക്കാട് ഏതാണ്ട് 1000-ഓളം പ്രോപ്പർട്ടിക്ക് വക്കഫ് നോട്ടീസ് വന്നിരിക്കുക. വക്കഫിൻ്റെ ക്ലെയിം 1000-ഓളം പ്രോപ്പർട്ടികളിൽ വന്നിരിക്കുക പാലക്കാട്. കേരളത്തിലെ പല ജില്ലകളിലും ഉണ്ട്. ആ സൈറ്റിൽ കയറി ഇപ്പോൾ നോക്കാൻ പറ്റുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സൈറ്റിൽ കയറാൻ പറ്റുന്നില്ല. എന്താ, ട്രാഫിക് കൂടിയിട്ടാണോ ഇനി സൈറ്റ് കയറാത്ത തരത്തിലാക്കിയതാണോ എന്നറിയില്ല. ഏതായാലും ഈ ഭൂമികൾ മുഴുവൻ വക്കഫിൻ്റെയാണ്. ഒരിക്കൽ വക്കഫിന് കൊടുത്താൽ എക്കാലത്തും വക്കഫിൻ്റെ ആണെന്നുള്ള കേന്ദ്ര നിയമം ഇരിക്കെ ആര് തലകുത്തി നിന്നാലും ആര് എന്തുറപ്പ് കൊടുത്താലും മുനമ്പംകാരെന്നല്ല ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതാണല്ലേ സത്യം. ഇപ്പോൾ ഒരു സംശയമുണ്ട്. അതായത് ഈ പറയുന്ന ഈ വക്കഫ് സംരക്ഷണ സമിതി പറയുന്നത് ഇപ്പോൾ മുനമ്പത്ത് സമരം ചെയ്യുന്നത് ക്രിസ്തീയ തീവ്രവാദികളാണെന്ന് ആണോ? ഞാനവിടെ പോയ ആളാണ്. അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, അതുങ്ങളെ കണ്ടാൽ നമുക്ക് സങ്കടം വരും. അവരാണ് തീവ്രവാദികൾ. അവിടെ ഇരിക്കുന്ന അമ്മമാർ, അവരുടെ കണ്ണീരാണ്, നെഞ്ചത്ത് തീയാണ്. അവർ തീവ്രവാദികളാണ്. ഇവർ തീവ്രവാദികൾ മാത്രമല്ല, റിസോർട്ട് മാഫിയാണെന്ന് പറയുന്നത്. റിസോർട്ട് മാഫിയ. ജനമൊന്നുമില്ല, ജനത്തിനൊന്നും പ്രശ്നമില്ല, ഒരു പ്രശ്നവും. ജനങ്ങൾ അവിടുന്ന് ഏതോ ഒരു കക്ഷി പറഞ്ഞു, അവിടുത്തെ ജനങ്ങൾ തയ്യാറാണ് മാറാൻ. റിസോർട്ട് മാഫിയാണ് ഇവർക്ക് ചെല്ലും ചെലവും കൊടുത്തിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്. കാരണം പക്ഷേ ഇവരെല്ലാം കൂടെ പറ്റിക്കും, മുഴുവൻ പേരും പറ്റിക്കാൻ പോവാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നടക്കുന്ന ചർച്ചയിലൂടെ ഒരു തീരുമാനം വരും. ഇവിടുത്തെ മാധ്യമങ്ങൾ അത് വലിയ വാർത്ത കൊടുക്കും. അതോടുകൂടി മുനമ്പം പ്രശ്നം തീർന്നു, മുനമ്പത്ത് പരിഹാരമായി എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തത്. എന്ത് പരിഹാരം? ഈ നിയമം നിലനിൽക്കെ എങ്ങനെ പരിഹാരമാകും സുനിലും? അപ്പം പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞാലും അതല്ല എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം മിനിമം ഈ മുനമ്പത്തുകാർക്കെങ്കിലും ഉണ്ടല്ലോ. അവർക്ക് അത്യാവശ്യം ബോധമുണ്ട്. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ നിയമമൊക്കെ പഠിച്ചു. ജോഷി മയ്യാറ്റിൽ അച്ഛനെ പോലെയുള്ള ആളുകൾ എല്ലാവരും ബോധ്യപ്പെടുത്തും. അച്ഛൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, മുനമ്പം പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ചർച്ച നടത്തി ഇവിടെ കുഞ്ഞാലിക്കുട്ടി ഉറപ്പ് കൊടുത്തുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരില്ല. അതിന് നിയമം മാറണം. അപ്പം ജോഷി മയ്യാറ്റിൽ അച്ഛൻ്റെ പ്രസ്താവനകളൊക്കെ വാർത്തകളായിട്ട് വന്നു തുടങ്ങി. ഇപ്പോൾ വന്നു തുടങ്ങി ആളുകൾ അത്. കാരണം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടു. എന്നിട്ടും അവർ ഈ മുനമ്പംകാരുടെ പ്രശ്നം വക്കഫ് നിയമം കൊണ്ടാണെന്ന് പറയാൻ ഇവർക്ക് മടിയാണ്. മുനമ്പത്തെ ഭൂമി പ്രശ്നം, മുനമ്പത്ത് എന്തോ ഭൂമി പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് എന്തോ ഭൂമി പ്രശ്നമുണ്ട്. എന്താ ഭൂമിയുടെ പ്രശ്നം? വക്കഫ് നിയമമാണ് പ്രശ്നം. അത് പറയില്ല. അത് പറഞ്ഞാൽ അങ്ങനത്തെ നിയമം ഉണ്ടെന്ന്, ആ നിയമം മാറേണ്ടതാണല്ലോ. അതാണ് മോദി കൊണ്ടുവരുന്നത്. അത് മാറ്റാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇത് വലിയ ചതിയാണ്. എനിക്ക് മുനമ്പത്തെ ജനങ്ങളോട് വലിയ സഹതാപമാണുള്ളത്. കാരണം അവരുടെ കൂടെയാണ് നമ്മൾ നിന്നത്. തുടക്കം മുതലേ മുനമ്പംകാരുടെ കൂടെ, ഏറ്റവും ആദ്യം അവർക്ക് വേണ്ടി ശബ്ദിച്ച അവരുടെ കൂടെ ഈ നിമിഷം വരെ നിൽക്കുന്ന നമ്മളാണ്. പക്ഷേ അവരെ പറ്റിച്ച് നാളെ ഒരു തീരുമാനം ഉണ്ടായതിന് ശേഷം ഇവരെ തമ്മിൽ ഭിന്നിപ്പിക്കും. അവർക്കിടയിൽ നിന്ന് കോൺഗ്രസ്സുകാരെ ഉണ്ടാക്കും, കമ്മ്യൂണിസ്റ്റുകാരെ ഉണ്ടാക്കും,
അങ്ങനെ ഈ സമരത്തിലുള്ള ആളുകളെ സർക്കാർ തീരുമാനം ഉണ്ടാക്കിയല്ലോ, ഇനിയൊന്നും പേടിക്കേണ്ട, ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് ഈ മുനമ്പത്തെ സമര സമിതിയെ തല്ലി തകർക്കും. സംഭവിക്കാൻ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ അപ്പോഴും ജോഷി മയ്യാറ്റിൽ അച്ഛനെ പോലെയുള്ളവരുടെ ശബ്ദം ഇപ്പോഴും ഉണ്ട്. അച്ഛൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, പ്രശ്നം പരിഹരിക്കണമെങ്കിൽ വഖഫ് നിയമത്തിലെ വിവാദമായ 40, 104 തുടങ്ങിയ വകുപ്പുകൾ റദ്ദാക്കാതെ മുനമ്പംകാർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതാണ് സത്യം. ഈ സത്യത്തിന് പക്ഷേ ഇനി ആയുസില്ല. ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങളും ചേർന്ന് ഈ സർക്കാരിൻ്റെ യോഗം കഴിയുമ്പോൾ മുനമ്പം പ്രശ്നം തീർന്നു, സമുദായ മൈത്രി തിരിച്ചു വന്നു, മുനമ്പംകാരിന് പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ആ വലയിൽ, ആ ചതിയിൽ കുടുങ്ങി ഒരു പക്ഷേ മുനമ്പത്തെ സമരം പോലും അവസാനിച്ചു പോയേക്കാം. പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മുസ്ലിം സംഘടനകൾ അല്ലേ, സമസ്ത, AP സുന്നി, EK സുന്നി, ഇവരൊക്കെ പറയുന്നതാണ് സത്യം അല്ലെ. അവർക്ക് സത്യം പറയാം. ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ലീഗ് പറയുന്ന പച്ചക്കള്ളമാണ്. ബാക്കി എല്ലാവരും സത്യം. സമസ്ത പറഞ്ഞത് സത്യമാണ്, വഖഫ് സംരക്ഷണ സമിതി പറഞ്ഞത് സത്യമാണ്. ഈ പ്രശ്നം തീരില്ല. കാരണം വഖഫിന് കൊടുത്ത ഭൂമി തിരിച്ചെടുക്കാൻ പറ്റില്ല, ആ തീരുമാനം മാറ്റാൻ പറ്റില്ല. അള്ളാഹ്ക്ക് കൊടുത്തത് ദൈവത്തിന് ഒരു കാര്യം സമർപ്പിച്ചു, ദൈവമേ ഞാൻ അന്ന് ചുമ്മാതാണ്, ഇപ്പം എനിക്ക് അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു മേടിക്കാൻ പറ്റുമോ? പറ്റില്ല. ദൈവത്തിന് ഇതാണ് വാസ്തവം. ദൈവത്തിന് കൊടുക്കുന്ന സമർപ്പണമാണ്, ഫൈനലാണ്. അങ്ങനെ ദൈവത്തിന് ഫൈനലായി സമർപ്പിക്കപ്പെട്ട ഭൂമിയാണെന്ന് വഖഫിൻ്റെ വെബ്സൈറ്റിൽ വരെ കൊടുത്തിട്ടുണ്ട് ഈ ഭൂമി. ഇത് വഖഫ് പ്രോപ്പർട്ടി സംബന്ധിച്ച് ഒരു അഖിലേന്ത്യാ വെബ്സൈറ്റ് ഉണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും അതിനകത്ത് കാണിക്കണം. അതിനകത്ത് മുനമ്പം ചേർത്തിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെ ഇവരെ ഡിലീറ്റ് ചെയ്യും? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? എന്ത് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യും? ഡിലീറ്റ് ചെയ്യുമ്പോൾ ചോദ്യം വരും. എങ്ങനെ? ചോദ്യത്തിനുള്ള ഇതാണ് ചോദ്യം. വഖഫാണെന്ന് ഒരിക്കൽ പറഞ്ഞ പ്രോപ്പർട്ടി എങ്ങനെ വഖഫല്ല എന്ന് തീരുമാനിക്കും? സർക്കാർ തീരുമാനിക്കാമോ? ഉദ്യോഗസ്ഥന്മാർക്ക് തീരുമാനിക്കാമോ? വഖഫ് ബോർഡിന് തന്നെ തീരുമാനിക്കാമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ വഖഫ് ബോർഡുകളും തീരുമാനിച്ചിട്ട് വഖഫിൻ്റെയിലുള്ള മുഴുവൻ ഭൂമിയും വഖഫല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അതൊരിക്കലും നിയമപരമായി ഇന്ത്യയിൽ ഒരു കോടതി അംഗീകരിക്കത്തില്ല. നിലവിലുള്ള നിയമം മാറാതെ മുനമ്പംകാർ രക്ഷപ്പെടത്തില്ല. പക്ഷേ അവരെ ചതിക്കും, അവരെ പറ്റിക്കും, ഉറപ്പാണ്. അതിന് കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും മറ്റന്നാൾ മുതൽ മൈക്ക് വെച്ച് മുനമ്പത്തെ പ്രശ്നം തീർന്നു, മുനമ്പംകാർക്ക് ഇനി പരാതിയില്ല എന്ന് പറയും. പക്ഷേ അവർക്ക് തോന്നും കേട്ടോ, ചിലപ്പം കുറച്ച് നാളത്തേക്ക് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അവർക്ക് വില്ലേജ് ഓഫീസിൽ പോയാൽ കരമടയ്ക്കാൻ പറ്റും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ, ഒരു 5-10 വർഷം കഴിയുമ്പോൾ വീണ്ടും വഖഫ് ഒഴിയണമെന്ന് പറഞ്ഞാലോ ആ ക്ലെയിം അവിടെ നിൽക്കും. 5-10 വർഷമൊന്നും പോകണ്ട. ഇങ്ങനെ ഈ ഒരു തീരുമാനം വന്നാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കകം ഇവിടെ വഖഫ് സംരക്ഷണ സമിതിയുടെ ആൾക്കാർ ആ തീരുമാനത്തിനെതിരെ കോടതികളെ സമീപിക്കും. ഇത് മതത്തിൻ്റെ പ്രശ്നമാണ് അവർക്ക്. മുനമ്പംകാർക്ക് ജീവിത പ്രശ്നമാണെങ്കിൽ അവർക്ക് മതത്തിൻ്റെ പ്രശ്നമാണ്. മതത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഒരാളെ നിഷ്ഠൂരമായി കൊന്നുകളയാൻ വരെ തയ്യാറാവുന്ന ആളുകൾക്ക് ഈ മതത്തിൻ്റെ മതശാസനം പ്രകാരം കിട്ടിയ ഭൂമി അന്യാധീനപ്പെടാൻ സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ ഏതായാലും മുനമ്പംകാരോട് നമുക്ക് സഹതപിക്കാം. പക്ഷേ ജോഷി മയ്യാറ്റിൽ അച്ഛനെ പോലുള്ള അച്ഛന്മാർ നമുക്ക് പ്രതീക്ഷയാണ്. മുനമ്പത്തെ ജനങ്ങൾക്ക് അത്യാവശ്യം നിയമമൊക്കെ അറിയാം. അവർക്കെല്ലാം അറിയാം ഈ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത്, ചർച്ച എന്ന് പറയുന്നത് പറ്റിക്കാനാണ്, പൊടിയിടാനാണ്, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനാണ്. സമരം ഈ മുനമ്പംകാരുടെ പ്രശ്നം ആത്യന്തികമായി ചിലപ്പോൾ ഈ തലമുറയ്ക്ക് പ്രശ്നം ഉണ്ടാകത്തില്ലായിരിക്കാം. അടുത്ത തലമുറ, നിങ്ങളുടെ മക്കളുടെ കാലത്ത് ഈ വസ്തുവിന് വീണ്ടും പ്രശ്നം വന്നാലോ? അപ്പോഴത്തേക്ക് ഇവിടുത്തെ 30% ജനസംഖ്യ ചിലപ്പോൾ 40%, 50% ആവും. അപ്പോൾ 30% ആയപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ 40%, 50% മുസ്ലിം ജനസംഖ്യ വന്നാൽ വഖഫ് ബോർഡിൻ്റെ അധികാരം കൂടുകയോ കുറയുമോ? അപ്പോഴേക്ക് പണ്ട് പൊടി തട്ടിയെടുത്ത്, പണ്ട് മുനമ്പ് ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ നമുക്ക് പ്രയോഗിച്ചാലോ? ഒന്ന് 25 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് തീരുമാനിച്ചാലോ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഈ വസ്തുവകകൾ ഉണ്ടാകുമോ? ആത്യന്തികമായി പരിഹരിക്കപ്പെടണം. അതിന് വഖഫ് നിയമം ഭേദഗതി ചെയ്യപ്പെടണം. അല്ലാതെ മുനമ്പംകാരെന്നല്ല, വഖഫിൻ്റെ നോട്ടീസ് കിട്ടിയ ഒരു സാധു മനുഷ്യനും രക്ഷപ്പെടാൻ പോകുന്നില്ല. പറ്റിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.